പറഞ്ഞില്ലേ? നീ BA വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ആയും ലായും അല്ലാതെ വേറെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞൂടെ? ഒന്ന് സഹകരിക്കടാ മോനെ. സർ, രണ്ടുപേരും കാണാം സർ. രണ്ടിടത്ത് പാൽ താമസമില്ല. പിന്നെ പ്രതിയെ കൊണ്ടിരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം. അല്ല, ആള് കൂടുവേ ഇല്ലേ? നോ പ്രോബ്ലം. സർ, ഇവിടെയാണ് ലോനപ്പന്റെ ബോഡി കിടന്നത്. സർ, ഇവിടെ മൂത്ത മകൻ മോഹൻകുട്ടൻ, അടുത്ത ആ മുറിയിൽ. ഇതിൽ ഓനപ്പന്റെ ഭാര്യ മറിയാം. സാർ, അടുത്ത അവിടെ. ഇവിടെ രണ്ടാമത്തെ മകൻ രവിക്കുട്ടൻ. സാർ, ഫിഫ്ത്ത് വൺ. ഇത് മൂത്ത മകന്റെ ഭാര്യ അനിത. സാറേ, വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഇവരാണോ ഈ പൗരമുന്നണിക്കാർ? അതെ, പക്ഷെ നേതാക്കന്മാർ നാദാമംഗലത്താ. അവിടെ മുന്നണി രൂപം കൊണ്ടത്. CBIക്ക് പഴയ പവർ ഉണ്ടോ സാറേ? എന്താ സംശയം? അല്ല, വേറൊന്നും കൊണ്ടല്ല. നല്ലൊരു പ്രശ്നം വന്നാൽ CBIയും വളയില്ലേന്ന് ഞങ്ങൾക്ക് ഒരു സംശയം. എന്നാരോടോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല സാറേ, ഈ അടുത്തുണ്ടായ കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കിയില്ല. അത് CBI അദ്ദേഹത്തിന് കീഴുള്ളതുകൊണ്ടല്ലേ? അതും ഇതും തമ്മിൽ എന്താടോ ബന്ധം? ഇങ്ങോട്ട് മാറിയില്ല. എല്ലാരെയും സംശയിക്കണം സാറേ, അതാ കാലം. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും. അല്ല, സേതുരാമേരില്ലേ സാറേ? അദ്ദേഹം ഡൽഹിയിലാ. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. സാറിന്റെ പേര് അന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. The case is interesting. ബാക്കിയുടെ പറ കേൾക്കട്ടെ. ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു. അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത്. ഇതിന് എപ്പോ തിരിച്ചു വരും? ഉടനെ വരും സർ.